ഹായ് ചക്കരകളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ചായയൊക്കെ ഒന്ന് വെച്ചെടുക്കുകയാണ്. വേഗം തന്നെ ചായയൊക്കെ ഒന്ന് കുടിച്ചിട്ട് വരാം കേട്ടോ. അങ്ങനെ ഞാൻ ചായ കുടിച്ചിട്ട് വന്നതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് കടല വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ ബ്രൗൺ കടല. അപ്പോൾ അത് വിസിലൊക്കെ അടിച്ച് വെന്തിരിക്കുകയായിരുന്നു. അപ്പം ഞാനതൊന്ന് പാത്രം മാറ്റി എടുക്കുന്നുണ്ട് കേട്ടോ. എന്താ പറയുക, അതൊക്കെ നേരത്തെ ചെയ്ത് വെച്ചു കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ വേവിക്കാൻ വെച്ചത്. എപ്പോഴത്തെയും പോലെ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടല്ല കേട്ടോ വെക്കുന്നത്. അപ്പോൾ നമ്മൾ അതങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം അതേ കുക്കറിലേക്ക് കുറച്ച് പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു കുഞ്ഞിപ്പിടി പരിപ്പ് മതി കേട്ടോ, അധികം പരിപ്പിൻ്റെ ആവശ്യമില്ല. അത് ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അതങ്ങോട്ട് വേവിക്കാൻ വെച്ചു. പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ കൂട്ടാൻ വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മുരിങ്ങക്കായൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുരിങ്ങക്കായ് വെച്ചിട്ടുള്ള കൂട്ടാനാണ് നമ്മൾ വെക്കുന്നത്. അതങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞെടുത്തു കേട്ടോ. അങ്ങനെ ഞാൻ വേഗം തന്നെ നമ്മുടെ കുക്കർ വിസിലടിച്ച് റെഡി ആയിട്ടുണ്ട്. ഞാനത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. നോക്കുമ്പോണ്ട് നമ്മുടെ പരിപ്പ് കുറച്ച് കൂടുതൽ വെന്തിരിക്കണം കേട്ടോ. 2 വിസിൽ അടിച്ചിട്ടുള്ളൂ, നന്നായി വേവുന്ന പരിപ്പാണ് തോന്നുന്നു കേട്ടോ. അങ്ങനെ ഞാനതോടെ മാറ്റി വെച്ചിട്ട് പിന്നെ അതേ കുക്കറിലേക്ക് നമ്മൾ മരിഞ്ഞ് മാറ്റി വെച്ച് നമ്മുടെ എന്താ പറയുക മുരിങ്ങക്കായ ചേർത്ത് എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് ഒരു 5-6 ചെറിയുള്ളി ചതച്ചത് ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തിട്ട് തീയൊക്കെ ഒന്ന് ഓൺ ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് വേവിക്കുന്നുണ്ട് കേട്ടോ. വിസിലടിപ്പിക്കണ്ട കേട്ടോ. വിസിലടിച്ചാൽ നമ്മുടെ മുരിങ്ങക്കായ ആകെ വെന്ത് കുഴഞ്ഞു പോകും. അതൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഞാൻ പിന്നെ അതിലേക്ക് 2 തക്കാളി ഇട്ട് നമ്മൾ സാധാരണ തക്കാളി 2 ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് ഇതൊന്ന് വേവാൻ വിട്ടിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് അങ്ങനെ വെന്ത് വരട്ടെ. മുരിങ്ങക്കായ് തനിച്ച് വെച്ചിട്ടുള്ള കറിയാണ് കേട്ടോ നമ്മൾ വെക്കുന്നത്. നിങ്ങൾക്കിനി വേണമെങ്കിൽ ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് കൂടെ ചേർക്കാം കേട്ടോ. പക്ഷേ ഞാൻ ഉരുളക്കിഴങ്ങ് ചേർത്തിട്ടില്ല, മുരിങ്ങക്കായ് മാത്രം മതി പറഞ്ഞിട്ടാണ് കേട്ടോ അങ്ങനെ വേവാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതവിടെ വേവാൻ വെച്ചതിന് ശേഷം പിന്നെ വന്നിട്ട് നമ്മൾ പുറത്ത് കുറച്ച് നമുക്ക് പണികളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുറത്ത് അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് എടുത്ത് മാറ്റി അവിടെ ഒക്കെ ഒന്ന് അടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം പിന്നെ താഴും ഒന്ന് കൈയോടെയൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി ചാക്കെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് വേണം നമുക്ക് മുകളിലൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചാക്കെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ വേഗം തന്നെ നമ്മുടെ അടുപ്പും തിട്ടൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതെല്ലാം തുടച്ചെടുത്തതിന് ശേഷം ഇതെല്ലാം കഴിഞ്ഞ് പോകുമ്പോഴേക്കും തന്നെ നമ്മുടെ മുരിങ്ങക്കായൊക്കെ നന്നായിട്ട് വെന്ത് വരും. അപ്പോൾ ഞാൻ അതിനുള്ളിൽ ഇതൊക്കെ ഒന്ന് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വേഗം തന്നെ നമ്മുടെ വെളിയിൽ അടുപ്പത്തിട്ട് അതുപോലെ നമ്മുടെ വാഷ് ബേസിൻ്റെ മേലേക്ക് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. വാഷ് ബേസിന് ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല എങ്കിലും പൊടി ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് നമ്മൾ എന്താ പറയുക എടുത്തിട്ടുള്ള ചപ്പയൊക്കെ ഒന്ന് ഒലുമ്പി തോരിയിടുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം കൈയെല്ലാം കഴുകി വരുമ്പോഴേക്കും തന്നെ നമ്മുടെ മുരിങ്ങക്കായൊക്കെ ഏകദേശം വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനത് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ പുളി പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ പുളിപ്പിന് ആവശ്യമായിട്ടുള്ള പുളി നമുക്ക് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് വെന്ത് കറക്റ്റായി വന്നിട്ടുണ്ട്. അതിന് ശേഷമാണ് കേട്ടോ നമ്മൾ പുളി ചേർത്ത് കൊടുക്കേണ്ടത്. അങ്ങനെ അതിലേക്ക് ഞാൻ കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ട് നമ്മുടെ പരിപ്പുണ്ടല്ലോ, അത് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്താ പറയുക, ഇതിലേക്ക് പരിപ്പ് ഒരുപാട് ഉടഞ്ഞു പോകണ്ട, അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ആ പരിപ്പും കൂടെ ചേർത്ത് കൊടുത്ത് വെറും തേങ്ങ ഒരു കാമുറി തേങ്ങ മതിയാവും കേട്ടോ. അരമുറിയുടെയും പകുതി കേട്ടോ. അത് വെള്ളം ഒഴിച്ചിട്ട് നന്നായി തന്നെ അരച്ചുകൊണ്ട് വന്നിട്ട് അതുകൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് നന്നായി തന്നെ ഒന്ന് തിളപ്പിക്കാൻ വിടുന്നുണ്ട് കേട്ടോ. ഇത് കുറച്ച് വെള്ളത്തോടെ ഇരിക്കുന്ന കൂട്ടാനാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് എരിവൊക്കെ കുറവാണ് നോക്കിയാണ് കേട്ടോ. നോക്കുമ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, അതൊക്കെ ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് എരിവ് കുറവുണ്ടായിരുന്നു, അപ്പോൾ അതും ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തു കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ കിടന്നിട്ട് നന്നായി തന്നെ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കുന്നത് മുരിങ്ങക്കായ പുളിങ്കറിയാണ് കേട്ടോ. തനിച്ച് മുരിങ്ങക്കായ വെച്ച് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾക്ക് മാങ്ങ കിട്ടുകയാണെങ്കിൽ അതുകൂടെ ഇതിലേക്ക് ചേർക്കാം കേട്ടോ. ഇപ്പം നമുക്കിവിടെ മാങ്ങ കിട്ടാനുള്ള വഴിയൊന്നുമില്ല, അതുകൊണ്ടാണ്. പിന്നെ വാങ്ങിയില്ല കേട്ടോ, കടയിൽ നിന്ന് വാങ്ങി ചേർത്തതൊന്നുമില്ല. അതിൻ്റെ കാരണം വേറൊന്നുമല്ല കേട്ടോ. മാങ്ങ ഇങ്ങനെ കഷ്ണത്തിലിട്ടാലും ആരും അങ്ങനെ കഴിക്കില്ല കേട്ടോ. എനിക്കിങ്ങനെ കൂട്ടാനിൽ മാങ്ങ ഇടുന്നത് അത്ര വലിയ ഇഷ്ടമുള്ള കാര്യമല്ല കേട്ടോ. എനിക്ക് കൂടുതലിഷ്ടം അച്ചാറാക്കി കഴിക്കുന്നതാണ് കേട്ടോ. അതുപോലെ കുട്ടികളും അങ്ങനെ കഴിക്കില്ല. മാങ്ങയിട്ട് കഴിക്കാൻ
ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാങ്ങ കൂടെ ചേർത്തിട്ട് റെഡിയാക്കി എടുക്കാം കേട്ടോ. പിന്നെ അതിന് ശേഷം പിന്നെ ഞാൻ സാധാരണ കടുക് വറക്കും പോലെ നമ്മുടെ വെളിച്ചെണ്ണ, കപ്പലുമുളക്, കടുക് ചേർത്ത് നന്നായി തന്നെ പൊട്ടിയതിന് ശേഷം നമ്മുടെ കറിയിലേക്ക് ചേർത്ത് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളൊരു ചീഞ്ചട്ടി വെച്ച് കൊടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുക് ചേർത്ത് കൊടുത്ത് ഒരു 10-15 ചെറിയുള്ളി കേട്ടോ, നന്നായി തന്നെ ചതച്ചതാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അത് മിക്സിയിലിട്ട് അരയ്ക്കേണ്ട, ചതച്ചാൽ മതി കേട്ടോ. കല്ലിൽ ചതച്ചത് ചേർത്ത് കൊടുക്കുക. അതുപോലെ ഒരു കഷ്ണം ഇഞ്ചി, 4 വെളുത്തുള്ളി ചതച്ചത് കൂടെ ചേർത്തിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്ത് ഇതിൻ്റെ എല്ലാം പച്ചമണം മാറി ഇതൊരു ചെറിയൊരു കളറ് മാറ്റം വരുന്ന സമയത്ത് ഒരു 6 കപ്പലുമുളക് നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താണ് കേട്ടോ. അതുകൂടെ ചേർത്ത് ഒരു 1/4 സ്പൂൺ മുളക് പൊടി, അതുപോലെ 1/4 സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്ത് ഇതിൻ്റെ എല്ലാത്തിനും പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ കടല നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് വെക്കുന്നത് കടല കൊണ്ടുള്ള പെരട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ കൂടുതലായിട്ട് എടുക്കുന്നത് ചെറുള്ളി എടുക്കാൻ നോക്കണം കേട്ടോ, അപ്പോഴാണ് നന്നായിരിക്കുക. വലിയ ഉള്ളി എടുത്താൽ കുഴപ്പമില്ല, പക്ഷേ ചെറിയുള്ളി എടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടാറുള്ളത് കേട്ടോ. പിന്നെ ഞാനതവിടെ ചെറിയ തീയിൽ അങ്ങനെ വേവിക്കാനിട്ടു കേട്ടോ. ചെറിയ തീയിൽ കിടന്ന് നന്നായി തന്നെ വെന്ത് വരട്ടെ, അതിൻ്റെ വെള്ളമെല്ലാം വറ്റി നല്ല ക്രീമായിട്ട് വരും കേട്ടോ. അപ്പോൾ അതാണ് അധികം വെള്ളം വേണ്ട പറഞ്ഞത് കേട്ടോ. അധികം വെള്ളം ആകുമ്പോൾ എന്താ പറയുക, വറ്റി വരാനും ഒരു സമയം എടുക്കും. അധികം വെള്ളത്തിലാവുമ്പോൾ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചാൽ മതി എന്ന് പറഞ്ഞത്. ആ സമയം കൊണ്ട് നമ്മൾ വേഗം തന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ കഴുകി വരുമ്പോഴേക്കും തന്നെ നമ്മുടെ കടല ഏകദേശമൊക്കെ ഒന്ന് സെറ്റായി തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് മാക്സിമം ചേർത്ത് കൊടുക്കാൻ നോക്കുക, അതും ചെറിയുള്ളിയൊക്കെ കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ചിക്കൻ മസാലയാണ് കേട്ടോ ചേർക്കുന്നത്. ചിക്കൻ മസാല ചേർക്കുമ്പോൾ എന്താ പറയുക, നമ്മുടെ കടലയ്ക്ക് നല്ലൊരു ചിക്കൻ്റെ ഫ്ലേവറും ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഗരം മസാലയും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കൻ മസാല മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ, ഗരം മസാല ചേർത്തിട്ടില്ല. പിന്നെ നമ്മൾ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്ത് ചെറിയ തീയിൽ അങ്ങനെ കുറച്ച് നേരം കൂടെ നമ്മൾ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായി തന്നെ മിക്സായി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ പെരട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ചിക്കൻ്റെ ആ ഒരു ഫ്ലേവർ കൂടി ഉണ്ടാകും നമ്മൾ ചിക്കൻ മസാല ചേർക്കുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സായി വരട്ടെ കേട്ടോ, ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഇങ്ങനെ നമ്മുടെ കടലയുടെ മേലെ ഇങ്ങനെ പെരണ്ട് കിടക്കുന്ന കാണാൻ തന്നെ നല്ലൊരു രസമുണ്ട് അല്ലേ. കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല സൂപ്പറായിട്ടുള്ള രസമൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല ആവി പറക്കുന്ന നമ്മുടെ കടലപ്പെരട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതുകൊണ്ട് റെഡിയായ ശേഷം ഞാൻ അതങ്ങോട്ട് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ കറിയും പെരട്ടും ഒക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഞാൻ രാവിലേക്ക് കുറച്ച് ഉപ്മാവാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉപ്മാവിൻ്റെ കൂടെ കഴിക്കാൻ നമ്മുടെ മുരിങ്ങക്കായ കൂട്ടാൻ നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കുറച്ച് പാലെല്ലാം ഒഴിച്ച് കൊടുത്തിട്ട്, നമുക്ക് വെജിറ്റബിൾസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, അതുകൊണ്ട് വെറും ഉള്ളി മാത്രം വെച്ചിട്ടുള്ള ഉപ്മാവാണ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ അതെല്ലാം ചേർത്ത് നമ്മൾ ആവശ്യത്തിന് റവയെല്ലാം ചേർത്ത് അതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നും ഒരു കൺഫ്യൂഷനാണ്, എന്താ രാവിലെ ഉണ്ടാക്കുക, വൈകുന്നേരം ഉണ്ടാക്കുക, ഉച്ചക്ക് ഉണ്ടാക്കുക എന്നുള്ള ഭയങ്കരമായിട്ടുള്ളൊരു കൺഫ്യൂഷനാണല്ലോ. ചൂടും കൂടെ ആകുമ്പോൾ എന്താ പറയുക, പെട്ടെന്ന് നമ്മൾ പണികൾ തീർക്കണം, അങ്ങനെ ഒരു ടെൻഷൻ കൂടി ഉണ്ട് കേട്ടോ. അങ്ങനെ വേഗം തന്നെ ഞാൻ നമ്മുടെ ഉപ്മാവൊക്കെ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ റവ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതങ്ങോട്ട് ഉപ്മാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ അരി അരച്ചിട്ട് കുറച്ച് ദിവസമായിട്ടോ പോയി
വന്നിട്ട് നമ്മൾ അരി അരച്ചിട്ടില്ല. ഇനിയിപ്പോൾ അരിയൊക്കെ ഒന്ന് അരയ്ക്കണം നമുക്ക്. അപ്പോൾ തൽക്കാലം ഇങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അതെല്ലാം അവിടെ റെഡിയാക്കി വെച്ചു. അതിന് ശേഷം പിന്നെ ഞാൻ വേഗം തന്നെ നമ്മുടെ ചോറൊക്കെ ഒന്ന് വാർത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചോറും രാവിലെ തന്നെ വെച്ചു കേട്ടോ. എന്ന് പറഞ്ഞാൽ അതും കയ്യോടെ കഴിഞ്ഞാൽ പണി കഴിഞ്ഞല്ലോ എന്നിട്ട് ഞാൻ പിന്നെ രാവിലെ തന്നെ ചോറും വെച്ചു കേട്ടോ. അപ്പോൾ പിന്നെ അതിന് ശേഷം പിന്നെ ഞാൻ വേഗം തന്നെ നമ്മുടെ കൂട്ടാനൊക്കെ ഒന്ന് തെക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കേണ്ട സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും തന്നെ നമ്മുടെ എല്ലാ കുക്കിംഗ് പണിയൊക്കെ ആയിട്ടുണ്ട്. ഇനി ഭക്ഷണം കഴിച്ച് കുറച്ച് ക്ലീനിങ് പണിയും കൂടെ കുറച്ചും കൂടി ഉണ്ട് കേട്ടോ. കുറച്ചൊക്കെ നമ്മൾ ചെയ്തു. പിന്നെ അങ്ങനെ ഞാൻ അക്ഷയയിൽ കൂട്ടാനൊക്കെ തെക്കി മാറ്റി കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ വേഗം തന്നെ ഉപ്മാവൊക്കെ കൊണ്ടുപോയിട്ട് അങ്ങനെ ഭക്ഷണം കഴിക്കാൻ പോകുകയാണ് കേട്ടോ. നമ്മുടെ അശ്വിൻ എണീറ്റിട്ടില്ല കേട്ടോ. ഇന്ന് എന്താണെന്നറിയില്ല, ആൾ ഈ നേരമായിട്ടും എണീറ്റിട്ടില്ല. ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, എണീക്കാൻ പറഞ്ഞിട്ട് സമയമായി എണീക്കുക എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് നേരം കൂടെ കിടക്കട്ടെ പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ ഇപ്പോൾ സ്കൂളൊന്നുമില്ലല്ലോ, ശരിയെന്ന് പറഞ്ഞ് എന്നെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പിന്നെ ഇപ്പോൾ കുറച്ചൊക്കെ അവൻ്റെ കാര്യങ്ങൾ തന്നെ ചെയ്യാൻ തുടങ്ങിയത് കൊണ്ട് പിന്നെ അത്ര വലിയ ടെൻഷനില്ല കേട്ടോ നമുക്ക്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. അതിന് ശേഷം പിന്നെ എണീറ്റ് വന്നപ്പോഴായിരുന്നു കേട്ടോ എന്നോട് ഇന്നലെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് വറക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എനിക്ക് ഉരുളക്കിഴങ്ങ് വറക്കുന്നത് വലുതായിട്ട് അങ്ങോട്ട് അറിയില്ല എന്ന്, അത് കറക്റ്റ് ആവുമോ അറിയില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ രാവിലെ എണീറ്റ് പല്ലെല്ലാം തേച്ച് വന്നിട്ട് കുളിക്കാൻ പോകാൻ നിൽക്കണം കേട്ടോ. ആൾ തോർത്തുമുണ്ട കൊടുത്ത് എൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു തരുവാണ് ഇതെങ്ങനെ കട്ട് ചെയ്യണം, എന്തൊക്കെ മസാല ചേർക്കണം, എങ്ങനെ അത് കറക്റ്റ് ചെയ്യണമെന്ന് എനിക്ക് പഠിപ്പിച്ച് തരുവാണ് കേട്ടോ എൻ്റെ അടുത്ത് നിന്നിട്ട്. ഞാനിത് എനിക്ക് അറിയില്ല എന്ന് ഞാൻ അവനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇത് വലിയൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ. സ്കൂളിൽ പോയി കഴിഞ്ഞാൽ കുട്ടികൾ എന്താ പറയുക, ഉരുളക്കിഴങ്ങ് വറുത്തത്, സോയ വറക്കാൻ എനിക്ക് കുഴപ്പമില്ലാണ്ട് അറിയാം കേട്ടോ. പക്ഷേ ഈ ഉരുളക്കിഴങ്ങ് വറുത്തത് അതങ്ങോട്ട് ഇതുവരെ ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടുമില്ല. ചെയ്തതാണെങ്കിൽ അങ്ങോട്ട് ശരിയായിട്ടും ഇല്ല കേട്ടോ. അപ്പോൾ എനിക്ക് കൂടെ നിന്ന് പറഞ്ഞു തരികയാണ് നമ്മുടെ അശ്വിൻ കേട്ടോ, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവൻ പറഞ്ഞ പോലെയുള്ള മസാലകളൊക്കെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് നമ്മുടെ മസാലയിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ. എരിവ് ലേശമൊന്നുമല്ല കേട്ടോ, കുറച്ച് കുറവ് തന്നെയാണ്. അവന് കഴിക്കാൻ വേണ്ടിയിട്ടായതുകൊണ്ട് പിന്നെ ഞാൻ അധികം എരിവ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ മസാലയിലേക്ക് നമ്മൾ ഉരുളക്കിഴങ്ങെല്ലാം റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഉരുളക്കിഴങ്ങെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം പിന്നെ ഞാൻ വറക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പാത്രം വെച്ച സമയത്ത് എൻ്റെ കൂടെ ഇരുന്നത് വറക്കുന്നത് എങ്ങനെയാണെന്ന് കൂടെ പറഞ്ഞു തരാൻ വേണ്ടി അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഞാൻ അതിലേക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാ ഉരുളക്കിഴങ്ങും കുറച്ച് വെച്ചതിന് ശേഷം പിന്നെ ഒരു വശം ആയപ്പോൾ ഒന്ന് തിരിച്ചിട്ട് റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എരിവ് കുറവായ കാരണമാണ് നമ്മുടെ ഉരുളക്കിഴങ്ങ് അധികം മസാല ഇല്ലാത്ത പോലെ തോന്നുന്നത് കേട്ടോ. ഞാൻ ആകപ്പാടെ 2 ഉരുളക്കിഴങ്ങിന് 1/4 സ്പൂണും കുറച്ചും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ മുളക്. അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ കൂടെ നിന്ന് എനിക്കത് പറഞ്ഞു തന്ന് ഞാനത് വറുത്തെടുത്ത ശേഷമാണ് കേട്ടോ ആൾ കുളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുളി കഴിഞ്ഞ് വന്ന് അവൻ തന്നെ ചോറെല്ലാം വിളമ്പി അതിന് ശേഷം കുറച്ച് മോരും കടലയും അതുപോലെ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ എടുത്ത് ടേസ്റ്റ് ചെയ്യാൻ കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടേസ്റ്റ് ചെയ്തിട്ട് പറയുക എങ്ങനെയുണ്ട് ഉരുളക്കിഴങ്ങ് എന്ന് പറയുമായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ മോര് മതി പറഞ്ഞു കേട്ടോ. അപ്പോൾ മോര് കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ കഴിച്ചിട്ട് അഭിപ്രായം പറയാൻ പറഞ്ഞാണ് കേട്ടോ. എരിവിൻ്റെ കുറച്ച് കുറവുണ്ടെങ്കിലും ഉരുളക്കിഴങ്ങ് ഫ്രൈ ഒക്കെ ഒരുവിധം കുഴപ്പമില്ലാണ്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നെ കൂടെ നിന്ന് പഠിപ്പിച്ച് തന്നതാണ് ആൾ. എന്നിട്ട് കഴിച്ചു നോക്കിയിട്ട് നന്നായിട്ടുണ്ട് എന്ന് പറയുമായിരുന്നു കേട്ടോ. അവൻ്റെ ഒരു ആഗ്രഹമാണ് കേട്ടോ ഇങ്ങനെ ഉരുളക്കിഴങ്ങ് കഴിക്കണമെന്ന്. അപ്പോൾ എൻ്റെ അക്ഷയ പറയുക ചെറുപ്പത്തിൽ ഞാൻ എത്ര പറഞ്ഞു തന്നിരിക്കുന്നു, എനിക്ക് ഉണ്ടാക്കി തന്നിട്ടേ ഇല്ല പറയും കേട്ടോ. അപ്പോഴും എനിക്കിതധികം ഉണ്ടാക്കാൻ അറിയാത്ത കാരണം കൊണ്ടാണ് കേട്ടോ ഞാനത് ഉണ്ടാക്കി കൊടുക്കാണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മുടെ അക്ഷയ എല്ലാവിടെയും അടിച്ചു തന്നു. ഞാൻ വേഗം തന്നെ എല്ലാവിടെയും ഒന്ന് തുടച്ചെടുത്തു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും റെസിപ്പികളും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളെ ഉച്ചക്ക് 12:15 വരാം കേട്ടോ.